കുറച്ച് വലുതാണ്. അത് കാണുമ്പോൾ വെച്ച് പേടിക്കുന്നതെങ്കിലും അങ്ങനെ പേടിക്കേണ്ടതല്ല, സിമ്പിളാണ് സംഭവം. കിച്ചു ആൻഡ് സച്ചു റൈഡിങ് ബൈസൈക്കിൾസ്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ റീച്ചിങ് എ ജംഗ്ഷൻ. രണ്ടുപേരും എന്ത് ചെയ്തു? ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത ജംഗ്ഷനാണ് ഇത്. കിച്ചു മൂവ് എക്സാക്ട്ലി ഈസ്റ്റ് വേർഡ് ആൻഡ് സച്ചു മൂവ് എക്സാക്ട്ലി നോർത്ത് വേർഡ്. അപ്പൊ നമുക്ക് ആദ്യം ഈസ്റ്റ് വെസ്റ്റ് സൗത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേ സാധനം വരയ്ക്കാം. ഇങ്ങനെയാണല്ലോ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നോർത്ത് മുകളിലാണ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. നോർത്ത് എപ്പോഴും മേളിലായിരിക്കും വരുന്നത്, ഓർത്താൽ മതി. ഈ ഈസ്റ്റ് റൈറ്റ് സൈഡിലും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ പോയിന്റ് ഒന്നുകൂടി വായിച്ചേ. ഓൺ റീച്ചിങ് എ ജംഗ്ഷൻ കിച്ചു മൂഡ് എക്സാക്ട്ലി ഈസ്റ്റ് വേർഡ്. കിച്ചു എങ്ങോട്ട് പോയി? ഈസ്റ്റ് വേർഡിലേക്ക് പോയി. സോ കിച്ചു പോയിരിക്കുന്ന ആരെ ഇതാണ്. അപ്പൊ അതിന് ഞാൻ കെ എന്ന് കൊടുത്തു, കിച്ചു പോയതിന്. ഓക്കെ, സച്ചു മൂഡ് എക്സാക്ട്ലി നോർത്ത് വേർഡ്. സച്ചു എങ്ങോട്ടും പോയിട്ടുണ്ട്, മേളിലോട്ടും പോയിട്ടുണ്ട്. സോ അതിന് ഞാൻ എന്ത് കൊടുത്ത്? സച്ചു, സച്ചുവിന്റെ എസ് കൊടുത്തു. ഓക്കെ, സച്ചു വാസ് അറ്റ് എ സ്പീഡ് ഓഫ് 30 meters per minute ദാൻ കിച്ചു. അതായത് സച്ചുവിന് കിച്ചുവിനെക്കാട്ടി എന്താണ്? 30 മീറ്റർ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ കിച്ചു പോയിരിക്കുന്നത് എക്സിലാണെങ്കിൽ സച്ചു പോയിരിക്കുന്നത് എന്ത് സ്പീഡിലായിരിക്കും? x+30യിലായിരിക്കും. ഓക്കെ, കിച്ചുവിനെക്കാട്ടി 30 കൂടുതലാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കിച്ചുവിന്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ സച്ചുവിന്റെ സ്പീഡ് എന്തായിരിക്കും? x+30 ആയിരിക്കും. ആഫ്റ്റർ 10 minutes, അപ്പൊ ഇവർ ഈ സ്പീഡിൽ എത്ര മിനിറ്റ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്? 10 മിനിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് എക്സ് എങ്കിൽ 10 മിനിറ്റിൽ അവൻ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 10x സഞ്ചരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവന് മൊത്തം എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 10 × x+13 സഞ്ചരിച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ 10 minutes, അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വാസ് 1.5 kilometers. അപ്പോൾ 10 മിനിറ്റ് ഇവരിങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സിലേക്ക് പോകണം. 9ാം ക്ലാസ്സിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പഠിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 2 പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം. അതായത് ഇപ്പൊ കിച്ചു ഇവിടെയും സച്ചു ഇവിടെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കാണുന്ന സാധനമായിരിക്കും. ഇത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 kilometer എന്ന് പറഞ്ഞിട്ടുണ്ട്. 1.5 kilometer എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1500 മീറ്റർ ആണ്. ഓക്കെ, അപ്പോ ഡ്രോ എ റഫ് ഫിഗർ ഷോയിങ് ദ പൊസിഷൻ ഓഫ് കിച്ചു, സച്ചു ആൻഡ് ദി ജംഗ്ഷൻ. അപ്പം ജംഗ്ഷനെയും കിച്ചുവിനെയും സച്ചുവിനെയും കാണിക്കുന്ന റഫ് ഫിഗർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ O കൊടുക്കുന്നു. O എന്ന് പറയുന്ന ആൾ ജംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ കിച്ചു, ഇവിടെ സച്ചു. സോ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ക്വസ്റ്റ്യൻ വാചകം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഡ്രോ എ റഫ് ഫിഗർ ആണ്. സോ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. അടുത്ത് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഈച്ച് അതർ. രണ്ടുപേരും കൂടി സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. സോ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ആരായിരിക്കും? ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. നമുക്ക് എന്ത് എഴുതാം? 10x the whole square പ്ലസ് 10 × x+30. ഇതാണ് ഇവൻ സഞ്ചരിച്ച മൊത്തം ദൂരം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1500 കിലോമീറ്ററിന്റെ 1500 മീറ്ററിന്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോ 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 100x² പ്ലസ് ഇവിടെ സ്ക്വയർ ചെയ്യുന്നതിന് ഇവനെ അകത്തോട്ട് കയറ്റാവേ. അപ്പൊ എന്ത് വരും? 10x + 300 the whole square is equal to 15000ന്റെ സ്ക്വയർ. 15000ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ 25, 2 പൂജ്യത്തിന്റെ സ്ക്വയർ ഇടുമ്പോൾ എത്ര പൂജ്യം വരും? 4 പൂജ്യം വരും. ഇനി ഇവരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. സോ അപ്പോൾ 100x² പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ 10x² എന്ന് പറയുമ്പോഴത്തേക്കും 100x² പ്ലസ് 2ab 2 × 10 20 20 × 300 എന്ന് പറയുമ്പോഴത്തേക്കും 6 1 2 3 0 പ്ലസ് ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 9000 90000 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരുന്നുണ്ട്? 25 1 2 3 4 0 വരുന്നുണ്ട്. ഇവിടെ 5ന്റെ സ്ക്വയർ 225 ആണ്. 225 2 4 0. ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 10x² നമ്മൾ 100x² എന്ന് എഴുതി. ഇവിടെ നമ്മൾ ആദ്യം ഈ 10 കൊണ്ട് ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതാണ് ഈ സ്റ്റെപ്പ്. ഇതിന് a+b² എന്ന് പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഇത്രയും സ്റ്റെപ്പ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാം. ഇവിടെ 100x² എന്ന് പറയുമ്പോൾ എത്രയാവും? 200x² പ്ലസ് ഇവിടെ ഒരു 6000x ഉണ്ട്. അതിന് വേറെ ആൾക്കാരൊന്നുമില്ല. പ്ലസ് 9 4 0. ഇവൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -225 1 2 3
40 ദാറ്റ് ഈസ് ഈക്വൽ എത്ര എന്ന് പറയാം 0 എന്ന് പറയാം. സോ 200x പിന്നെ മാറ്റമൊന്നുമില്ല. എക്സ് സ്ക്വയർ പ്ലസ് 6000x. ഇനി ഇവിടെ കുറച്ച് ഈ രണ്ടിൽ നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇവരെ കുറച്ചപ്പോഴത്തേക്കും 216 40 കിട്ടി. ഇനി നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യാം. ഹോൾ ഡിവൈഡ് ബൈ ആദ്യം ഒരു 100 കൊടുക്കാം. സോ ഇവിടെ ഒരു 100, ഇവിടെ ഒരു 100, ഇവിടെ ഒരു 100. ഈ 2 0 വെട്ടിപ്പോയി, 2 0 വെട്ടിപ്പോയി, ഇവിടുത്തെ 2 0 ഇവിടുത്തെ 2 0 വെട്ടിപ്പോയി. ബാക്കി ഇവിടെ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് 60x മൈനസ് 216 പിന്നെയും 2 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വെട്ടൽ അവിടെ കൊണ്ടും തീരുന്നില്ല. നമുക്ക് ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് വെട്ടാം. ഓക്കെ. സോ ഡിവൈഡ് ബൈ 2 ഓക്കെ. 2x സ്ക്വയർ വെട്ടി പോകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് ഇത് വെട്ടുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 30x മൈനസ് ഇതിനെ വെട്ടിക്ക് 216 വെട്ടുമ്പോഴത്തേക്കും 208. സോ 108 2 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. നമുക്ക് ഇനി ഇവനെ വേണമെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ് ചെയ്യാം. നമുക്ക് ആദ്യം സ്ക്വയർ കംപ്ലീഷൻ നോക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 30x ദാറ്റ് ഈസ് ഈക്വൽ ടു 10 30ന്റെ പകുതി 15. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225. ഇതിന്റെ രണ്ട് സൈഡിൽ എന്ത് ചെയ്ത് കൊടുക്കാം? ആഡ് ചെയ്ത് കൊടുക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 30x പ്ലസ് 225 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 225. ഓക്കെ. എക്സ് സ്ക്വയറിൽ ആരെടുക്കാം? എക്സിനെ എടുക്കാം. ഇവിടുത്തെ സൈൻ പ്ലസ് ആണ്. 225 ആരെടുക്കാം? 15 എടുക്കാം. സോ എക്സ് പ്ലസ് 15 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് കൂട്ടുമ്പോഴത്തേക്കും 5 2 0 ശിഷ്ടം 1 1. സോ എത്ര കിട്ടും? 11 0 2 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 15 നമ്മൾ 2 സൈഡിൽ റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 105. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 105 പ്ലസ് 15 അപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് 15 ആവും. സോ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 105 മൈനസ് 15 എന്ന് പറയുന്ന ആള് 5 90. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ എത്ര കിട്ടി? 90 കിട്ടി. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് പ്ലസ്